ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്ന് ആ മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് നീ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആക്ക് മലക്കുകൾ ആമീൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ദുആക്ക് ആമീൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്രയോ വീടുകളാണുള്ളത്, ഇന്നത്രയോ വീടുകളാണുള്ളത്. ചില മരണ വീടുകളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ സങ്കടമാ. സ്വന്തം വാപ്പാടെ മയ്യത്ത് വീടിന്റെ അകത്ത് കിടന്നിട്ട് പോലും എത്രയോ മക്കളാണ് മുൻവശത്തിരുന്ന് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അല്ലാഹുവേ, ഇതര സമുദായ സഹോദരങ്ങളുടെ മരണ വീട്ടിലോട്ട് കടന്നു പോകുമ്പോൾ അവിടെ നിശബ്ദമാണ്, അവിടെ നിശ്ചലമാണ്. ആരും സംസാരിക്കാനില്ല, ഓതാനില്ല, പ്രാർത്ഥിക്കാനില്ല. അതുപോലെയാണോ ചില മുസ്ലിമീങ്ങളുടെ വീട്, ചില മുസ്ലിമീങ്ങളുടെ മരണ വീട് അതുപോലെയാണ്. മയ്യത്ത് വീടിന്റെ അകത്ത് അനാഥമായിട്ട് കിടക്കുന്നു. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് മക്കള് നാട്ടുകാരോട് സംസാരിക്കുന്നു. ആരും ഖുർആൻ ഓതാനില്ല, ആരും മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനില്ല. നമ്മൾ മനസ്സിലാക്കിയത് എന്തെന്നറിയോ? ദുആ ചെയ്യൽ മുസ്ലിയാക്കന്മാർക്ക് പറഞ്ഞ കാര്യമെന്നാണ്. ദുആ ചെയ്യേണ്ടത് മൂല്യാക്കന്മാരാണെന്നാണ്. എന്നാൽ എൻ്റെ ഉപ്പാ ഒരാളെയും കാത്തു നിൽക്കേണ്ടതില്ല. ഒരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്നാൽ ആ മയ്യത്തിനെ മുഖമൊന്ന് നീ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ നീ അവിടെ ഇരുന്ന് ഓതണേ. എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ റൂഹ് നിന്റെ അരികിലാണ്. ഖബറിലോട്ട് മടങ്ങാൻ തുടങ്ങുകയാണ്. ഇനി ഞങ്ങളോടൊപ്പം ഈ മനുഷ്യന്റെ ജനാസയില്ല, ഈ മനുഷ്യന്റെ ശരീരമില്ല. അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നീ മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് ദുആ ചെയ്താൽ നിന്റെ ദുആക്ക് മലക്കുകൾ ആമീൻ പറയുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മയ്യത്ത് വീട്ടിലോട്ട് കടന്നു ചെന്നാൽ എന്ത് ചെയ്യണം? വെള്ളത്തുണി മാറ്റി മുഖം കണ്ടിട്ടൊരു ഫാത്തിഹ. ആരും വേണ്ട, സവിധത്തിൽ ആരെയും വിളിച്ചു കൂട്ടിയിട്ട് ഓതാ നിൽക്കണ്ട. അൽ ഫാത്തിഹ വിളിച്ചു ഓതി ആൾക്കാരെ കൂട്ടൊന്നും വേണ്ട, ഒരു ഫാത്തിഹ ഓത്. എന്നിട്ട് ആ കൈയൊന്ന് ഉയർത്ത് കിബിലയ്ക്ക് നേരെ തിരിച്ചു പിടിക്കുക. പടച്ചവനെ, ഇതുപോലെ ഞാനും നാളെയും കിടക്കാനുള്ളതാണ്. അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം, സ്വർഗം കൊടുക്കണം. ഒന്ന് നെഞ്ച് തട്ടിയിട്ടൊന്ന് ദുആ ചെയ്യും. അതാ മയ്യത്തിനോടുള്ള ബാധ്യതയാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മള്. വാപ്പ വീടിന്റെ അകത്ത് മരിച്ചു കിടന്നാലും ആ വാപ്പാടെ മയ്യത്താണ്. എന്നാ വാപ്പ കൊതിക്കുന്നത് മകൻ അരികിലിരുന്നിട്ടൊരു ഫാത്തിഹ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ് എന്ന് മനസ്സിലാക്കാതെ മോൻ നാട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് കാര്യം, രാഷ്ട്രീയ കാര്യം, തെരഞ്ഞെടുപ്പ് കാര്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഖൗമിന്റെ അവസ്ഥ. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഓരോ മയ്യത്ത് വീടും വിടാതെ, ഈ മഹല്ലിൽ ഒരു മയ്യത്ത് വീടും വിടാതെ, നിങ്ങൾ എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും ഒരു മരണം അറിഞ്ഞിട്ട് ആ വീട്ടിലോട്ട് കടന്നു ചെന്ന ആ മയ്യത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മരിച്ചാൽ നിങ്ങൾ പോലും അറിയാത്ത മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും നിങ്ങളുടെ മയ്യത്തിന്റെ ചുവട്ടിലോട്ട് വരും, നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതും, ദുആ ചെയ്യും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അരികിലോട്ട് സയ്യിദന്മാരും ആലിമീങ്ങളും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മരണ വീടുകളിൽ പോയിട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. കൈമടക്കം മേടിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസിനൊരു ബാക്കിയുണ്ട്, ഈ ഹദീസിനൊരു ബാക്കിയുണ്ട്. മയ്യത്തിന്റെ അരികിലോട്ട് മാത്രം പോയിട്ടല്ല നീ ഖുർആൻ ഓതേണ്ടത്. ഇദാ ഹളറത്തുൽ മരീദ്, ഈ നെല്ലിക്കുന്ന മഹല്ലിന്റെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് ഒരു രോഗിയെ സന്ദർശിക്കാൻ കടന്നുപോയാൽ, ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോയാൽ, ഫഖൂലു ഖൈറാ,
നീ അവിടെ ഇരുന്നും പരിശുദ്ധമായ ഖുർആൻ ഓതണേ സഹോദര. ആ മയ്യത്തിന് വേണ്ടി നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. കാരണം മലക്കുകൾ നിന്റെ ദുആക്ക് ആമീൻ പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. നമ്മൾ മനസ്സിലാക്കിയത് ആരുടെ ദുആയാണ്? ഉറപ്പായിട്ടും അല്ലാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സയ്യിദന്മാരുടെ ദുആയാണ്. അതല്ലെങ്കിൽ ആലിമീങ്ങളുടെ ദുആയാണ്. അതല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങളുടെ ദുആയാണ്. അല്ല സഹോദര, അല്ലാഹു ദുആ സ്വീകരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ വാലിദി ലിവലദിഹി. നീ നിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, ഓരോ ഉപ്പയും ഓരോ ഉമ്മയും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. അല്ലാഹു തിരസ്കരിക്കില്ല. പടച്ചവൻ ഉത്തരം നൽകാതെ വെറുതെ മടക്കി അയക്കില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ദുആ സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം വദഅവത്തുൽ മദ്ലൂം. അകാരണമായിട്ട് ആക്രമിക്കപ്പെടുന്നവന്റെ ദുആ, വാക്കാലോ പ്രവർത്തിയാലോ ഒരു കാരണം കൂടാതെ ഒരാൾ നമ്മൾ നൊമ്പരപ്പെടുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യനെങ്ങാനും അല്ലാഹുവിന്റെ മുന്നിലോട്ട് കരമുയർത്തിയാൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, ഒരാളെ പോലും അന്യായമായിട്ട് ആക്രമിക്കല്ലോ, ഒരാളെ കുറിച്ചും അകാരണമായിട്ട് മോശം പറയല്ലോ, ഫിത്ന പറയല്ലോ. സയ്യിദുമാരെയും ആലിമീങ്ങളെയും തെറി പറയുന്ന കാലമാണ്. പടച്ചവനെ, ആലിമീങ്ങളെ തെറി പറയാൻ മടിയില്ലാത്ത കാലമോ, സയ്യിദുമാരെ തെറി പറയാൻ മടിയില്ലാത്ത കാലമോ. സമുദായം വിഭാഗീയതയിലോട്ട് പോകുന്നടോ, സമുദായം വിഭാഗീയതയിലോട്ട് പോകുന്നടോ, തമ്മിൽ തല്ലുന്നടോ, ആദർശങ്ങൾ പറഞ്ഞ് പരസ്പരം തെറി വിളിക്കുന്നടോ. ഇനിയും എത്ര നാളാണ് മിണ്ടാതിരിക്കുന്നതോ? ഇനിയും എത്ര നാളാണ് നിശബ്ദത പാലിക്കുന്നതോ? യാ അല്ലാഹ്, ഒരേ ആദർശങ്ങളുള്ളവർ, ഒരേ ചിന്തയുള്ളവർ, ഒരേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുന്ന കാലമല്ലേ, പരസ്പരം പോരടിക്കുന്ന കാലമല്ലേ. സയ്യിദുമാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തരുമ്പോ, ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു തരുമ്പോ ഇന്നതൊന്നും ചെവി കൊള്ളാതെ തോന്നിയത് വിളിച്ചു പറയുന്ന കാലമാ. അല്ലാഹുവേ, നിന്റെ ഹബീബ് പറഞ്ഞത് എത്രയോ സത്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്തെന്നറിയോ? അവസാന കാലഘട്ടമാകുമ്പോൾ സയഅതി അലൈക്കും സമാൻ, അവസാന കാലഘട്ടമാകുമ്പോ ഈ സമുദായത്തിന്റെ നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. തോന്നിയത് വിളിച്ചു പറയാൻ ധൈര്യം വരുമെന്നാണ്. ആലിമീങ്ങളെ അവഹേളിക്കാൻ ധൈര്യമുണ്ടാകുമെന്നാണ്. പടച്ച റബ്ബേ, നിസ്കാരമില്ലാത്തവൻ പോലും ആലിമീങ്ങളെയും സയ്യിദുമാരെയും തെറി പറയുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ, മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരെ തെറി പറയുന്ന കാലഘട്ടം കടന്നു വന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.